ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 ഓഗസ്റ്റ് 19 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യത്തെ കറണ്ട് അഫെയർ വരുന്നത് പാർലമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പുതിയ 6 പാർലമെന്ററി കമ്മിറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ കമ്മിറ്റീസ്, ആരൊക്കെയാണ് അതിന്റെ ചെയർപേഴ്സൺസ് നോക്കാം. Sabha Speaker has constituted 6 new parliamentary committees for a tenure of 1 year. അതായത് ഒരു വർഷത്തെ കാലാവധിയിൽ 6 പുതിയ പാർലമെന്ററി കമ്മിറ്റീസിനെ ലോക്സഭ സ്പീക്കർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ കമ്മിറ്റീസ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ്സ്, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്സ്, കമ്മിറ്റി ഓൺ വെൽഫെയർ ഓഫ് OBCs, കമ്മിറ്റി ഓൺ വെൽഫെയർ ഓഫ് SC/ST, ജോയിന്റ് കമ്മിറ്റി ഓൺ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഇത് ഓരോ കമ്മിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വർഷത്തെ കാലാവധിക്കാണ് ഇത് അപ്പോയിൻമെന്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ കമ്മിറ്റിയുടെയും ചെയർപേഴ്സൺസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർപേഴ്സൺസ് ആരൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ആദ്യം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് പറയുന്നത്. അത് മലയാളിയായിട്ടുള്ള KC വേണുഗോപാലിനെയാണ് ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫ് ലോക്സഭയായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. KC വേണുഗോപാൽ, ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫ് ലോക്സഭ. അടുത്തത് ചെയർമാൻ ഓഫ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ്. അത് സഞ്ജയ് ജയ്സ്വാൾ എന്ന് പറയുന്ന MP-നെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ചെയർമാൻ ഓഫ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി സഞ്ജയ് ജയ്സ്വാൾ. അടുത്തത് ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്സ്, അത് ബൈജയന്ത് പാണ്ഡ. ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്സ് എന്ന് പറയുന്നത് ബൈജയന്ത് പാണ്ഡെയാണ്. അടുത്തത് OBCയും SC/STയും ആ രണ്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ചെയർമാൻ ഓഫ് കമ്മിറ്റി വെൽഫെയർ ഓഫ് OBCs ഗണേഷ് സിംഗിനെയാണ് OBCയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഗണേഷ് സിംഗ് ആണ്. അടുത്ത് SC/ST വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഫാഗൻ കുലാസ്തെ എന്ന് പറയുന്ന MP-നെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാഗൻ കുലാസ്തെ ആണ് SC/ST വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് വരുന്നത്. അപ്പോൾ അത് KC വേണുഗോപാലാണെന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം. ബാക്കി ആ പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെക്കുക. അപ്പോൾ ആ പേര് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഏകദേശം ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഗവൺമെന്റിന്റെ പൃഥ്വി എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്കീമിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്കീം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് പൃഥ്വി എന്ന് പറയുന്നത്. ഇറ്റ് അഡ്രസ്സസ് all the 5 components of Earth systems, namely atmosphere, hydrosphere, geosphere, cryosphere and biosphere, to improve understanding of Earth system science and provide reliable services to the country. അതായത് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട 5 പ്രധാനപ്പെട്ട കമ്പോണൻസ് ഉണ്ട്. അതായത് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ജിയോസ്ഫിയർ, ക്രയോസ്ഫിയർ, ബയോസ്ഫിയർ. ഈ 5 കമ്പോണൻസിന്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് പൃഥ്വി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പൃഥ്വി വിഖ്യാൻ എന്നുള്ളതാണ് ആ ഒരു സ്കീമിന്റെ ഫുള്ള്. പൃഥ്വിയുടെ PRITHും പിന്നെ വിഖ്യാന്റെ VIയും ചേർത്തിട്ടാണ് പൃഥ്വി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് ഫോം ചെയ്തിരിക്കുന്നത്. പൃഥ്വി വിഖ്യാൻ സ്കീം എന്നാണ് അതിന്റെ ഫുൾ നെയിം വരുന്നത്. ലോഞ്ച് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. അപ്പൊ 5 കമ്പോണൻസ് ഓഫ് എർത്ത് സിസ്റ്റത്തിനെ കോർഡിനേറ്റ് ചെയ്ത് റിലയബിൾ ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ പ്രധാനമായിട്ടും 5 സബ് സ്കീമുകളാണുള്ളത്. അപ്പൊ ജസ്റ്റ് ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ 5 കമ്പോണൻസ് ഓഫ് എർത്ത് പറഞ്ഞല്ലോ. അപ്പൊ ആ 5 കമ്പോണൻസും ഡീൽ ചെയ്യാനായിട്ട് 5 സബ് സ്കീംസ് ഇതിനുണ്ട്. ആദ്യം വരുന്നത് എക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. അതിന്റെ ഫുൾ ഫോം നോക്കുക. അറ്റ്മോസ്ഫിയർ ആൻഡ് ക്ലൈമറ്റ് റിസർച്ച് മോഡലിംഗ് ഒബ്സർവിംഗ് സിസ്റ്റം ആൻഡ് സർവീസസ്, അതാണ് എക്രോസ്. അതായത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ഡീൽ ചെയ്യാനായിട്ടുള്ളതാണ് എക്രോസ് എന്ന് പറയുന്ന സ്കീം. അടുത്തത് ഓസ്മാർട്ട് എന്നുള്ളതാണ്. അത് ഓഷ്യന്റെ ആണ്. എന്താണ്? ഓഷ്യൻ സർവീസസ് മോഡലിംഗ് ആപ്ലിക്കേഷൻ റിസോഴ്സ് ആൻഡ് ടെക്നോളജി, അതാണ് ഓസ്മാർട്ട്. അപ്പോൾ ഓഷ്യനായി, അതായത് ഹൈഡ്രോസ്ഫിയറിന്റെ ആയി. ഇനി അടുത്തത് പേസർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പോളാർ സയൻസ് ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച്. അപ്പോൾ ക്രയോസ്ഫിയറിന്റെ സ്കീമാണ് പേസർ എന്ന് പറയുന്നത്. അടുത്ത സെയ്ജ് ആണ്, സെസ്മോളജി ആൻഡ് ജിയോ സയൻസ്. അതായത് നമ്മുടെ ആക്ച്വൽ ആ ഒരു എർത്തിന്റെ ഭാഗം കവർ ചെയ്യുന്നത്, ജിയോസ്ഫിയർ കവർ ചെയ്യുന്നതാണ്
സെസ്മോളജി ആൻഡ് ജിയോ സയൻസ് എന്ന് പറഞ്ഞ സേജ് പ്രോഗ്രാം. പിന്നെ അടുത്ത റീച്ച് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ് റിസർച്ച് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഔട്ട്റീച്ച്. റീച്ച് ഔട്ട്, റിസർച്ച് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റീച്ച് ഔട്ട്. അതിൽ ഈ റീച്ച് ഔട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇപ്പം ഈ ഒരു റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ റീച്ച് ഔട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പാരന്റ് സ്കീമായിട്ടുള്ള ഈ ഒരു പൃഥ്വിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൃഥ്വി സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ റീച്ച് ഔട്ടിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ബൈ ദി മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് അണ്ടർ ദി ബ്രോഡർ പൃഥ്വി പ്രോഗ്രാം. അതായത് നേരത്തെ പറഞ്ഞ പൃഥ്വി പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് റീച്ച് ഔട്ട്. ദ സ്കീം എയിംസ് ടു എൻഹാൻസ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഡിസെമിനേഷൻ ഓഫ് എർത്ത് സയൻസ് ത്രൂ റിസർച്ച് എഡ്യൂക്കേഷൻ ആൻഡ് ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ്. അതായത് എർത്ത് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി പല രീതിയിൽ റിസർച്ച് വഴി, എഡ്യൂക്കേഷൻ വഴി, ബാക്കി ആക്ടിവിറ്റീസ് വഴിയൊക്കെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്കീമിന്റെ ഉദ്ദേശം. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്ന കറണ്ട് അഫെയർ ഇതാണ്. ദ ഇന്ത്യൻ സ്റ്റുഡന്റ് ടീം സപ്പോർട്ടഡ് ബൈ റീച്ച് ഔട്ട് സ്കീം അച്ചീവ്ഡ് റിമാർക്കബിൾ സക്സസ് അറ്റ് ദ 17th എഡിഷൻ ഓഫ് ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡ് ഹെൽഡ് ഇൻ ബീജിംഗ്, ചൈന. അതായത് ഈ അടുത്തിടെ ചൈനയിലെ ബീജിംഗിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡിന്റെ 17ാമത് എഡിഷനിൽ ഈ റീച്ച് ഔട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് വളരെയധികം സക്സസ് റേറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ റീച്ച് ഔട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം അപ്പോഴാണ് കറണ്ട് അഫെയറിൽ വന്നത്. അപ്പൊ ആക്ച്വലി റീച്ച് ഔട്ട് എന്ന് പറയുന്നത് പൃഥ്വി എന്ന് പറയുന്ന സ്കീമിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ വരുന്നത് സൂ ഫാർമക്കോഗ്നസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനിമൽസിനൊക്കെ അവർക്ക് ഉണ്ടാവുന്ന പല രോഗബാധകളും അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ അവർക്ക് സ്വയം ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവർ തന്നെ അവരുടെ ചുറ്റുമുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ച്, ചിലപ്പോൾ അത് മണ്ണാവാം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള സസ്യങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള അവരുടെ ചുറ്റുമുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ അവർ തന്നെ ക്യൂർ ചെയ്തെടുക്കുന്ന അതിനെ പറ്റിയുള്ള ഒരു അങ്ങനെ ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും, അതിനെ പറ്റി ഉള്ളൊരു സ്റ്റഡിയാണ് എന്ത് സൂ ഫാർമക്കോഗ്നസി എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താന്ന് നോക്കാം. സൂ ഫാർമക്കോഗ്നസി is the study of how animals use natural substances like plant, soil and insects to treat their own illness. അതായത് അവർക്ക് സ്വയം വരുന്ന എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് അവരുടെ ചുറ്റുമുള്ള പ്ലാന്റും സോയിലും ഇൻസെക്റ്റിനൊക്കെ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ അതിനെ പറ്റിയുള്ള പഠനമാണ് എന്ത് സൂ ഫാർമക്കോഗ്നസി എന്ന് പറയുന്നത്. ഈ ഒരു ടേം കൊണ്ടുവന്നത് DH ജെയ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്കോളജിസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ ഇറ്റ് ഷോസ് ദാറ്റ് ആനിമൽസ് ഹാവ് ആൻ ഇൻസ്റ്റിങ്ക്റ്റീവ് എബിലിറ്റി ടു ഫൈൻഡ് ആൻഡ് യൂസ് നാച്ചുറൽ റെമഡീസ്. അതായത് ഈ മൃഗങ്ങൾക്ക് അവരവരുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നാച്ചുറൽ റെമഡീസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് സുമാത്രയിൽ കണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് സുമാത്രൻ ഒറാങ്ങൂട്ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസിന് അതിലുണ്ടായിരുന്ന ഒരു ആനിമലിന്റെ മുഖത്ത് ഒരു വലിയൊരു മുറിവ് വന്നു. അപ്പൊ ആ മുറിവ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് തന്നെ എന്തോ നാച്ചുറലായിട്ട് അവരുടെ ചുറ്റും കാണുന്ന എന്തോ ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ട് അവരത് ക്ലിയർ ചെയ്ത് ആ ഒരു മുറിവ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി. അപ്പൊ ആ ഒരു കാര്യം സയന്റിസ്റ്റുകൾ നിരീക്ഷിച്ചപ്പോഴാണ് അവർക്ക് സ്വയം അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ അവരുടെ ചുറ്റുമുള്ള സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ ഇത് പല തരത്തിലുള്ള ജീവികളും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് റീസെന്റ് ന്യൂസിൽ വരാനുള്ള കാരണം അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. റിസർച്ചേഴ്സ് ഹൈലൈറ്റഡ് ദ സൂ ഫാർമക്കോഗ്നസി പ്രാക്ടീസ് ഓഫ് സെൽഫ് മെഡിക്കേഷൻ ബൈ എ സുമാത്രൻ ഒറാങ്ങൂട്ടാൻ യൂസിംഗ് ദി പ്ലാന്റ് ഫൈബ്രൂറിയ ടിൻക്ടോറിയ ടു ട്രീറ്റ് എ ഫേഷ്യൽ വൂണ്ട്. അതായത് മുഖത്തുണ്ടായിരുന്ന ഒരു വൂണ്ട് ട്രീറ്റ് ചെയ്യാൻ, ഒരു മുറിവ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഒരു പ്ലാന്റ് ഫൈബ്രൂറിയ ടിൻക്ടോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് അവർ സ്വയം യൂസ് ചെയ്തിട്ട് ആ ഒരു വൂണ്ട് ക്ലിയർ ആയെന്നാണ്. അപ്പൊ ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ആ ഒരു ഒറാങ്ങൂട്ടാന്റെ പിക്ചറാണ്. ആ ക്ലിയർ ആയിട്ടുള്ള ഫേസ് അതിൽ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് സൂ ഫാർമക്കോഗ്നസി എന്ന് പറയുന്നത്. അടുത്തത് നാംധാരി റിലീജിയസ് സെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ സിഖ് മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു റിലീജിയസ് സെക്റ്റാണ് നാംധാരി എന്ന് പറയുന്നത്. സദ്ഗുരു റാം സിംഗ് 1857 ഈ ഒരു റിലീജിയസ് സെക്ട് ഫൗണ്ട് ചെയ്യുന്നത്. കൂക്ക മൂവ്മെന്റ് എന്നും ഈ ഒരു റിലീജിയസ് സെക്റ്റിന്റെ മൂവ്മെന്റിനെ പറയുന്നുണ്ട്. അവര് പ്രധാനമായിട്ട് ഒരു ആൾദൈവത്തിലാണ്, അതായത് ഒരു ഹ്യൂമൻ ഗുരുവിലാണ് അവർ ബിലീവ് ചെയ്യുന്നത്. ആ ആളെ കൂക്ക എന്നാണ് അവർ വിളിക്കുക.
പിന്നെ അവർക്ക് ഈ സിഖുകാരുടെ ഗ്രന്ഥമായിട്ടുള്ള ഗുരുഗ്രന്ഥ് സാഹിബ് തന്നെയാണ് അവരുടെയും സുപ്രീം ടെക്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇത് ന്യൂസിൽ വരാൻ കാരണം ഹരിയാനയിൽ ഈ പറയുന്ന നാംദാരി സെക്യുലർ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് ഈ അടുത്ത് നടന്നു. അതുകൊണ്ടാണ് ഈ ഒരു റിലീജിയസ് സെക്ട് പിന്നെയും ന്യൂസിൽ വരാൻ കാരണം. അപ്പൊ ഈ ഒരു ബേസിക് ഡീറ്റെയിൽസ് മനസ്സിലാക്കി, ഇന്ത്യയിൽ കൂടുതലായിട്ടും ഹരിയാന, പഞ്ചാബ് റീജിയനിലാണ് ഈ ഒരു റിലീജിയസ് സെക്ടിനെ കാണാൻ പറ്റുന്നത്. സദ്ഗുരു റാം സിംഗ് 1857 ഈ ഒരു സെക്ട് ഫൗണ്ട് ചെയ്തു. കൂക്ക മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഗുരുഗ്രന്ഥ് സാഹിബാണ് ഇവരുടെയും പ്രധാനപ്പെട്ട ടെക്സ്റ്റ്. അടുത്ത് വരുന്നത് കാലിഫോർണിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക് നമ്പർ 98 വരുന്ന ഒരു സിൽവറി വൈറ്റ് കളറിലുള്ള സിന്തറ്റിക് ഹൈലി റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് കാലിഫോർണിയം എന്ന് പറയുന്നത്. അതിന്റെ ഇപ്പൊ ന്യൂസ് വരാനുള്ള കാരണം ഈ അടുത്ത ഒരാളെ കയ്യിൽ കാലിഫോർണിയം ആണ് എന്ന രീതിയിൽ ഒരാളെ പിടിച്ചു. പക്ഷെ അത് പിന്നീടുള്ള ടെസ്റ്റിൽ മനസ്സിലായത് കാലിഫോർണിയം ആയിരുന്നില്ല, അത് ഫേക്ക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കാലിഫോർണിയ എന്ന് പറയുന്നത് ഹൈ റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതങ്ങനെ ഒരു ഇൻഡിവിജ്വലിന് ക്യാരി ചെയ്യാനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ന്യൂസിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു എലമെന്റിന്റെ പേര് വരാൻ കാരണം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ആ ഒരു പേരിൽ നിന്നാണ് ഈ ഒരു എലമെന്റിന് പേര് കൊടുത്തത്. ഈ ഒരു എലമെന്റിന്റെ പ്രത്യേകത, ഇറ്റ് ഇസ് എ സ്ട്രോങ് ന്യൂട്രോൺ എമിറ്റർ ആൻഡ് എക്സ്ട്രീംലി എക്സ്പെൻസീവ്. വളരെ വില കൂടിയ അതുപോലെ തന്നെ ന്യൂട്രോണിനെ എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ആണ് കാലിഫോർണിയം. ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് യൂസ് ഇൻ പോർട്ടബിൾ മെറ്റൽ ഡിറ്റക്ടർ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഓർസ്, അസിസ്റ്റിംഗ് ഇൻ സ്റ്റാർട്ടിംഗ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് വരുന്നത് ഈ നമുക്ക് കൊണ്ടു നടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉണ്ടല്ലോ അതില്, പിന്നെ സിൽവർ ഗോൾഡ് ഓറുകൾ കണ്ടുപിടിക്കാൻ, പിന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് പ്രോസസ്സിലൊക്കെ ഈ ഒരു കാലിഫോർണിയ യൂസ് ചെയ്യുന്നുണ്ട്. However, it possesses significant health threats due to its radioactivity, which can damage genetic materials and is hazardous to health. ഇതിന്റെ പ്രധാന പ്രശ്നം ഈ ഒരു ഇത് ഭയങ്കര റേഡിയോ ആക്റ്റീവ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ വരെ ഈ ഒരു എലമെന്റിന് ഡാമേജ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര അപകടമാണ് ഈ ഒരു എലമെന്റ് പറയുന്നത്. അപ്പൊ അത് ക്ലോസ് കോണ്ടാക്റ്റിൽ ഹ്യൂമൺ ആയിട്ട് വരുന്ന അത്ര നല്ലതല്ല. അപ്പൊ ഈ ഒരു കാലിഫോർണിയ എന്ന് പറഞ്ഞ എലമെന്റിനെ കുറിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് നമ്മൾ ഇപ്പോൾ ചിങ്ങി ഒന്ന് കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെന്റ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സ്, ആപ്സ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയാണ് നോക്കുന്നത്. ആദ്യം പറയുന്നത് കതിർ ആപ്പാണ്. കതിർ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ഫുൾ ഫോം വരുന്നത് കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നാണ്. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി. ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസസും ഒറ്റൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ കതിർ ആപ്പിന്റെ ഉദ്ദേശം വരുന്നത്. ഓക്കെ, അടുത്തത് നവോത്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ് കേരള ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, നവോത്ഥാൻ. അപ്പൊ ഈ NAWODHAN ആ ഒരു സ്പെല്ലിങ്ങിന് ഒരു എക്സ്പാൻഷൻ ഉണ്ട്. ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. അപ്പൊ ഇതില് ഹോർട്ടിക്കൾച്ചർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അതായത് പഴങ്ങളുടെ ആ ഒരു ഉൽപാദന മേഖല. അപ്പൊ അതിന് പ്രത്യേക ഒരു പരിഗണനയുണ്ട്. അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ അഗ്രികൾച്ചറൽ ബിസിനസ്സിനെയും ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മുടെ നാട്ടില് കേരളത്തില് ഒരുപാട് ലാൻഡ് ഒരു ഉപയോഗം ഇല്ലാതെ കിടക്കുന്നുണ്ട്, അൺയൂട്ടിലൈസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട്. അതായത് ഒരു ഉപയോഗവും ഇല്ലാണ്ടും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉപയോഗിച്ച്, അതായത് അതിന്റെ മോസ്റ്റ് എഫിഷ്യൻസിയിൽ യൂസ് ചെയ്യാത്ത ഭൂമികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലാൻഡ് ഒക്കെ എടുത്തിട്ട് അതിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു ലാൻഡ് ലീസിന് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ ഒരു പദ്ധതിയാണ് ഈ ഒരു നവോത്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ പ്രൊജക്ട് എയിംഡ് അറ്റ് ലിവറേജിങ് അൺയൂട്ടിലൈസ്ഡ് ഓർ അണ്ടർ യൂട്ടിലൈസ്ഡ് ലാൻഡ് റിസോഴ്സസ് ഇൻ കേരള ഫോർ കൊമേഴ്ഷ്യൽ ഫാമിംഗ് പ്രാക്ടീസസ്. അപ്പൊ അതിനുവേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് വൺ പറയുന്നത് ബാംഗ്ലൂരിലെ കേമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചിട്ടുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അക്രഡിറ്റേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. KIA in Bangalore has become the first in Asia to receive Airport Council International's highest level 5 accreditation. അതായത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു എയർപോർട്ട് അതോറിറ്റിയാണ്. അവരുടെ
ലെവൽ 5 അക്രഡിറ്റേഷൻ ആണ് കേംപ്-ഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ടിന് ലഭിച്ചിരിക്കുന്നത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിന് ഈ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസ് എമിഷൻ ഏറ്റവും കുറഞ്ഞ എയർപോർട്ടിനാണ് ഇത് കിട്ടുക. KA has made 95.6% reduction in Scope 1 and 2 greenhouse gas emissions, attaining the highest emission elimination by an Indian airport, achieved 7 years ahead of initial target of 2030. അതായത് ഇന്ത്യയിലെ എയർപോർട്ടുകൾ 2030 ആകുമ്പോഴേക്കാണ് ഈ ഒരു ലെവലിലേക്ക് ഉയരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ KIA എന്ന് പറയുന്ന ഈ ഒരു എയർപോർട്ട് 7 വർഷം മുന്നേ തന്നെ അവരുടെ സ്കോപ്പ് 1 സ്കോപ്പ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനിൽ അത്രയും റിഡക്ഷൻ കൊണ്ടുവന്നു. 95.6% റിഡക്ഷൻ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ അവര് ഈ ഒരു അക്രഡിറ്റേഷൻ അവർക്ക് നേടാനായിട്ട് പറ്റിയത്. അപ്പോൾ ലെവൽ 5 അക്രഡിറ്റേഷൻ ആണ് കേംപ്-ഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ടിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് എയർപോർട്ടാണ് ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയതെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ബാക്കി നമുക്ക് അടുത്ത നാളത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.